ദോഷമൊന്നും ആയിരുന്നില്ല. എന്തായാലും നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി, നമ്മൾ ആദിയോഗിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒടുക്കത്തെ ചൂട് കൊടുക്കത്തെ വെയിലും. ഇപ്പം എനിക്ക് തന്ന ഈ കുടയില്ലേ, അതെൻ്റെ അപ്പാപ്പൻ്റെ കുടയാണ്. അതെൻ്റെ ചേട്ടൻ സൂക്ഷിച്ച് വെച്ചേക്കണേണ് പുള്ളിയുടെ ഓർമ്മയ്ക്കായിട്ട്. അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല, ഇവിടെ തന്നെ ഏതെങ്കിലും പാണ്ടിമാരുടെ കൂടെ കൂടിക്കോ എന്നാണ് പുള്ളി എന്നെ പറഞ്ഞിട്ട് പോയത്. പുള്ളിക്ക് അത്ര ഉള്ളൂ ഞാൻ, മനസ്സിലായോ? സോ എന്തായാലും നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് പാറി പറന്ന് നടന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടിയത് ഒരു മെഡിറ്റേഷൻ ക്ലാസ് ആയിരുന്നു. ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ചേട്ടനൊക്കെ ഇത്ര ക്ഷമയുണ്ടായിരുന്നു. നമ്മൾ വളരെ നല്ല കുട്ടികളായിട്ടിരുന്ന് മെഡിറ്റേഷനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. സംഭവം ഇത് ഞാൻ കോർഡിനേറ്റ് ചെയ്ത ട്രിപ്പാണ്. ഞാൻ ഇവിടെ അത്ര പരിപാടി അവതരിപ്പിച്ചാൽ അത്ര ഗുണകരമാവാറില്ല. സോ എനിക്ക് നല്ല പേടിയും കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. സോ ബാക്കിലുള്ള ഇഷ ഫൗണ്ടേഷനിലേക്ക് നമ്മൾ ഈ ഒരു വണ്ടിക്കാണ് പോയത്. ആക്ച്വലി നമ്മൾ കാളവണ്ടിക്ക് കയറിക്കൊണ്ട് പോവുക എന്നൊക്കെയാണ് ഞാൻ ഇവരോട് തള്ളിയത്. പക്ഷേ കാളവണ്ടിക്ക് നമ്മൾ ക്യൂ നിന്ന് ടിക്കറ്റ് വാങ്ങിക്കാനുള്ളത് കൊണ്ടിട്ടും അത്ര ക്ഷമ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ കയറി ബാക്കിലുള്ള ഇഷ ഫൗണ്ടേഷനിലേക്ക് പോയി. എൻ്റെ ചേട്ടൻ ഇവിടുത്തെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറായിരുന്നു കേട്ടോ. എല്ലാ വണ്ടികൾക്കും ഫോട്ടോ എടുത്ത് കൊടുത്തത് എൻ്റെ ചേട്ടനാണെന്ന് ഞാൻ അവകാശപ്പെടും. അങ്ങനെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ട്രിപ്പ്. എന്തായാലും അതിന് ശേഷം നമ്മളിവിടെ ഒരു സിംഗപ്പുണ്ണുണ്ട് കേട്ടോ. ആ അക്കയുടെ കടയിൽ നിന്ന് ഒരു കരിക്കൊക്കെ കുടിച്ച്. ഇവിടെ സവാളക്കൊക്കെ നല്ല ഡിസ്കൗണ്ട് കേട്ടോ. 10 കിലോക്ക് 100 രൂപ എന്തോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അതും വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ അലിബാബയിൽ കയറി ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ വീട്ടിലേക്ക് പോന്നു. ഒരു ചിയേഴ്സൊക്കെ പറഞ്ഞ് ഇന്നത്തെ ഡേ നൈസായിട്ട് സ്പെൻഡ് ചെയ്തു.